കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാലക്കാടാണ് താരം. BJP തോറ്റു. ഞാൻ അന്നേ പറഞ്ഞതാണ്. കാരണം BJPയിലെ സ്ഥാനാർത്ഥിത്വം മഹാമോശമായിരുന്നു. കാരണം ഞാൻ പാലക്കാട്ടുകാരനാണ്. എന്നെപ്പോലെ തന്നെ പല പാലക്കാട്ടുകാർ, പലല്ല മുക്കാലും പാലക്കാട്ടുകാർക്ക് ആ സ്ഥാനാർത്ഥിയെ വലിയ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം മലമ്പുഴയിൽ നിന്നും തോറ്റു. കഴിഞ്ഞ MP അതിൽ തോറ്റു. സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നിന്നപ്പോൾ തോൽപ്പിച്ചു. ഈവൻ നമ്മുടെ മെട്രോമാൻ വന്നപ്പോഴും തോൽപ്പിച്ചു. അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണ്. ഇദ്ദേഹം തോറ്റു. ഞാൻ അയാൾ തോറ്റുകൊണ്ട് ഞാൻ അയാളെ ഇതാക്കിയതോ ഒന്നുമല്ല. പക്ഷേ BJP ജയിക്കണമെങ്കിൽ BJPക്കനുസൃതമായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJP എന്ന കുടക്കീഴിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു കാൻഡിഡേറ്റ് പാലക്കാട് വേണം. അല്ലാതെ വെറുതെ ഒരു ഗോപിക്കുറി നെറ്റിയിൽ ചാർത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു തിലകക്കുറി നെറ്റിയിൽ ചാർത്തിയിട്ടോ രഥം വലിച്ചതുകൊണ്ടൊന്നും BJP അവിടെ ജയിക്കില്ല. BJPക്ക് വേണ്ടിയത് കറപ്റ്റഡ് അല്ലാത്ത ഒരു കാൻഡിഡേറ്റിനാണ്. കറപ്റ്റഡ് അല്ലാത്ത ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ശിവരാജൻ പറഞ്ഞു എന്ന് തോന്നുന്നു, റിയൽ എസ്റ്റേറ്റ്, കുറി, ഫൈനാൻസിങ്, ഇതൊന്നുമില്ലാത്ത ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ. BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി, അതായത് RSS, രാഷ്ട്ര സ്വയം സേവക് സംഘ്. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിന് വേണ്ടിയിട്ടും ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പറ്റം ജനതയുടെ വക്താവ് ആവണം. ഇനിയെങ്കിലും പാലക്കാട് അല്ലെങ്കിൽ ഏത് സ്ഥലത്തോ കേരളത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, അല്ലാതെ വെറുതെ കുറേ ഞാനും ഒരു BJPക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും കുറേ കാശ് അടിച്ചു മാറ്റി ഇലക്ഷൻ ഇതിൽ തന്നെ ഇപ്പോൾ കുറേ ഇലക്ഷൻ കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും കുറേ ആൾക്കാർ. അതിൽ കുറേ നമ്മുടെ ഇന്നിപ്പോൾ കണ്ടു, കൗൺസിലേഴ്സൊക്കെ കുറേ 18 കൗൺസിലർമാർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയുന്നു. അവർക്കൊക്കെ കാശ് കിട്ടിയിട്ടുണ്ടാവണം, ഉറപ്പല്ല. അങ്ങനെ ചേക്കേറണമെങ്കിൽ അവന് കാശ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാണ്ടെന്ന് അവൻ വെറുതെ അങ്ങോട്ട് പോവുമോ കോൺഗ്രസ്സിലേക്ക്? വാരരയ്ക്ക് നന്നായി കിട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ പാലക്കാട് ജനത, നമ്മൾ ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി. അപ്പോൾ അതിലും നമ്മൾ നല്ലൊരു മേൽക്കോയ്മ വരുത്തണമെങ്കിൽ നമ്മളിറങ്ങണം, ജനം പറയണം ആരാവണം ഇവിടുത്തെ സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷനായി, അപ്പോഴും ജനം പറയണം ആരാവണം ഇവിടുത്തെ സ്ഥാനാർത്ഥി.